ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല രണ്ട് ചെറിയ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള രണ്ട് കറികളാണ്. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ പെരട്ടാണ്. ചൂര മീൻ പെരട്ടാണ് ആദ്യം തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു 1/2 കിലോ ചൂര ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നീട് 2 ടീസ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നമുക്കൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാം കേട്ടോ. ഇത്രയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിൽ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ, അതുവരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിനായിട്ടൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 7 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 7 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് വറുത്ത് കോരി മാറ്റാം. പിന്നീട് 20 ചെറിയ ഉള്ളിയാണ്, അതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. അപ്പം അതുവരെ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പം എന്താ മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ ആയിട്ടുണ്ട്. കോരി മാറ്റാം. ഇനി നമുക്ക് വറുത്ത് വെച്ച മുളകും ഉള്ളിയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയുണ്ടല്ലോ, പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചു കൊണ്ടുവരാം. അരപ്പ് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, ആ മീനൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. മീനങ്ങ് ഒരുപാട് വറുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒത്തിരി മുരിഞ്ഞ് പോകരുത്, ഒരുപാട് മുരിയാതെ നോക്കി വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്കിത് കോരി മാറ്റാം. മീനെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പെരട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 6 അല്ലി വെളുത്തുള്ളി നേർമയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഒരു 10-12 അല്ലി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക്, ചെറിയ 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഒരു വലിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുളി അരച്ചിട്ടുണ്ട് അരപ്പിൽ, അതുകൊണ്ട് ഒരു തക്കാളി ചേർത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്ന് വരണം. ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. അതിനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞ് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പും കൂടെ ചേർത്ത് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റും. വഴറ്റിയതിന് ശേഷം നമ്മൾ ആ അരപ്പ് വെള്ളം ഉണ്ടല്ലോ, അരപ്പ് വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും കട്ടി വേണ്ട, മീൻ പെരട്ടാണ് എങ്കിലും ഇത്രയും കട്ടിക്ക് വേണ്ട. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത്, നമ്മൾ മീൻ ഉപ്പ് ചേർത്താണ് വറുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നോക്കി വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ കുറച്ച് അരപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അരപ്പൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മീനും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പൊക്കെ ഈ മീനിലൊന്ന് പിടിക്കണമല്ലോ, അപ്പോൾ അതുവരെ നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം. ഇപ്പോൾ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അരപ്പൊക്കെ നല്ല തിളച്ച് വറ്റി മീനിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിരിക്കുമ്പോൾ വീണ്ടും ഒന്ന് വറ്റും. കണ്ടോ, വറ്റി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി ചൂരമീൻ പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. വെണ്ടയ്ക്ക ഫ്രൈ ഈസിയാണ്, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ കല്യാണ സദ്യയിലൊക്കെ വിളമ്പുന്ന വെണ്ടയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഒരു 10-12 വെണ്ടയ്ക്ക ഞാൻ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല നീളത്തിലാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ആ വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെണ്ടയ്ക്കയുടെ കളറെല്ലാം മാറി ഒരു നല്ല മണമൊക്കെ വരും. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, വഴന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിതുവരെ ഇതിനകത്ത് അരപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൽ വേറെ നമ്മളൊന്നും ചേർക്കുന്നില്ല, വെറും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അരപ്പെല്ലാം ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ആ കറിവേപ്പിലയും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, കളറൊക്കെ മാറി. നമ്മുടെ കല്യാണ സദ്യയിലെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്നത്തെ എൻ്റെ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.